അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദുറൂസുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠം ഇന്നഹു ലഖുർആനുൻ കരീം. തീർച്ചയായും ഇത് ഉന്നതമായ ഖുർആൻ ആകുന്നു. അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതാണ് ഖുർആൻ. അത് അല്ലാഹു തആലയുടെ വചനമാണ്. അതിൻ്റെ പാരായണം ആരാധനയാണ്. അവതരണ സമയത്തു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മനഃപ്പാഠമാക്കുകയും സ്വഹാബികൾക്ക് ഓതിക്കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട് സ്വഹാബികളും മനഃപ്പാഠമാക്കി. അക്കാലത്തെ അറബികളിൽ ഭൂരിഭാഗവും എഴുത്തും വായനയും അറിയാത്തവരായിരുന്നു. അവരിൽ എഴുത്ത് അറിയുന്നവർ ഖുർആൻ എഴുതിയെടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും എഴുത്തുകാർ ഉണ്ടായിരുന്നു. 4 ഖലീഫമാർ റളിയല്ലാഹു അൻഹും, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു എന്നിവർ അവരിൽ പ്രമുഖരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഖുർആൻ എഴുതുകയും അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം സ്വന്തം ആവശ്യത്തിന് അവർ കോപ്പികൾ എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു. കല്ല്, ഈത്തപ്പനയോല, മടൽ, തുകൽ, എല്ല് മുതലായവയിലാണ് എഴുതിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത് വരെ ഈ നില തുടർന്നു. സൂറത്തുകളും ആയത്തുകളും അവതരിച്ചത് ഇന്ന് നാം കാണുന്ന മുസാഹഫിലെ ക്രമത്തിലല്ല, സന്ദർഭത്തിനനുസരിച്ചാണ് അവ അവതരിച്ചത്. ഓരോ സൂറത്തും ഏത് സൂറത്തിൻ്റെ മുമ്പിൽ ഏതിൻ്റെ ശേഷം എന്നും ആയത്തുകൾ ഏത് സൂറത്തിൽ എവിടെയെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരുന്നു. ഖുർആൻ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ തുടർന്നു. അനേകം സ്വഹാബികളുടെ മനസ്സുകളിൽ ഹിഫ്ളായും നേരത്തെ സൂചിപ്പിച്ച പോലെ ലിഖിത രൂപത്തിലും പരിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടു. ഭാഗം 2. 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളിലും മറ്റും ധാരാളം ഖുർആൻ ഹാഫിളുകളായ സ്വഹാബികൾ വഫാത്തായി. അപ്പോൾ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. ഇത് ഹിജ്റയുടെ 12ാം വർഷമായിരുന്നു. 3ാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ മുസ്ഹഫിൻ്റെ കോപ്പികളെടുത്ത് ഇസ്ലാമിക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അതേ മുസ്ഹഫാണ് ഇന്നും ലോകത്തുള്ളത്. ലക്ഷങ്ങളുടെ മനസ്സിലും ലിഖിത രൂപത്തിലും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇന്നും അത് നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട 3 വിജ്ഞാന ശാഖകൾ ഉണ്ട്. തജ്വീദുൽ ഖിറാഅ, ഉലൂമുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ എന്നിവയാണവ. തജ്വീദുൽ ഖിറാഅ പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാന ശാഖയാണ്. ഈ വിജ്ഞാന ശാഖയിലെ പ്രമുഖ ഗ്രന്ഥമാണ് ത്വയ്ബത്തുൻ നശ്രി ഫിൽ ഖിറാഅത്തിൽ അശ്ർ. ഹിജ്റ 835 വഫാത്തായ മുഹമ്മദ് ബിനുൽ ജസരി അദ്ദിമഷ്കിയാണ് ഇതിൻ്റെ കർത്താവ്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം, മക്കീ മദനീ വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിശേഷണങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഉലൂമുൽ ഖുർആൻ. ഇമാം ബദറുദ്ദീൻ സർകശി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബുർഹാനു ഫി ഉലൂമിൽ ഖുർആൻ, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഇത്ഖാനു ഫി ഉലൂമിൽ ഖുർആൻ എന്നിവ ഈ ശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങളാണ്. ഭാഗം 3. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. ഖുർആനിക വചനങ്ങളുടെ ആശയങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ, വിധിവിലക്കുകൾ എന്നിവ തഫ്സീർ വിശദീകരിക്കുന്നു. നിരവധി തഫ്സീറുകൾ വിരചിതമായിട്ടുണ്ട്. തഫ്സീർ രചന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാലം മുന്നേറുന്നതിനനുസരിച്ച് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന പുതിയ ആശയങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ആവശ്യമാണ്. താഴെ പറയുന്നവ പ്രധാന തഫ്സീറുകളാണ്. 1. ജാമിഉൽ ബയാനി അൻ തഅ്വീലി ആയിൽ ഖുർആൻ, ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു, അൽ മുതവഫ സനത്ത ഹിജ്റ 310.
2 അത്തഫ്സീറുൽ കബീർ അൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു അൽ മുതവഫ സനത ഹിജ്റ 606. 3 അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ അൽ ഇമാം അൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അൽ മുതവഫ സനത ഹിജ്റ 671. 4 അൻവാറുത് തൻസീൽ വ അസ്റാറുത് തഅ്വീൽ അൽ ഇമാമുൽ ബൈളാവി റളിയല്ലാഹു അൻഹു അൽ മുതവഫ സനത ഹിജ്റ 685. 5 തഫ്സീറുൽ ജലാലൈനി ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു അൻഹു അൽ മുതവഫ സനത ഹിജ്റ 864. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ മുതവഫ ഹിജ്റ 911 വർഷം. ഇനി അതിലെ ദുആ, പ്രത്യേകമായി പഠിക്കേണ്ട ദുആ: അല്ലാഹുമ്മ അല്ലിംനൽ ഖുർആന വജ്അൽഹു റബീഅ ഖുലൂബിന വർസുഖ്നാ തിലാവതഹു ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. അല്ലാഹുവേ, ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണമേ. ആ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. ആ ഖുർആനിൻ്റെ പാരായണം രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഞങ്ങൾക്ക് നീ നൽകണമേ. ഇനി അതിൻ്റെ വർക്ക് ഖുറാസത്തു തദ്രീബ് നോക്കി നമുക്ക് വർക്കുകൾ ചെയ്യാം. അൽ വഹദത്തു സാദിസ ഇന്നഹു ലഖുർആനുൻ കരീം. 1 നുജീബ്, ഉത്തരം എഴുതുക. ഖുർആനിനെ നിർവചിക്കുക. അല്ലാഹു തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതാണ് ഖുർആൻ. 2 ഉലൂമുൽ ഖുർആൻ എന്നാൽ എന്ത്? പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം, മക്കീ മദനീ വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാനശാഖയാണ് ഉലൂമുൽ ഖുർആൻ. 3 ചോദ്യം: തജ്വീദുൽ ഖുർആൻ എന്നാൽ എന്ത്? പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാനശാഖയാണ്. 4 പ്രശസ്ത തജ്വീദുൽ ഖുർആൻ ഗ്രന്ഥം ഏത്? ത്വയ്ബത്തുൻ നശ്രി ഫിൽ ഖിറാഅത്തിൽ 10. 5 ഉലൂമുൽ ഖുർആനിലെ 2 കിതാബുകളുടെ പേരെഴുതുക. അൽ ബുർഹാനു ഫി ഉലൂമിൽ ഖുർആൻ, അൽ ഇത്ഖാനു ഫി ഉലൂമിൽ ഖുർആൻ. ചോദ്യം 6 തഫ്സീറുൽ ഖുർആൻ എന്നാൽ എന്ത്? വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. 7 അത്തഫ്സീറുൽ കബീർ രചിച്ചതാരാണ്? അൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസി റളിയല്ലാഹു അൻഹു. ഇനി 2 ചോദ്യം കാണാം. നക്തുബുൽ ഫിഖ്റ, ഒരു ഗണ്ണിക എഴുതുക. 1 ഖുർആൻ മുസാഫ് രൂപത്തിലാക്കിയ ചരിത്രം. 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങളിലും മറ്റും ധാരാളം ഖുർആൻ ഹാഫിളുകളായ സ്വഹാബികൾ വഫാത്തായി. അപ്പോൾ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വഹാബികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ ക്രമത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചു. ഇത് ഹിജറയുടെ 12-ാം വർഷമായിരുന്നു. ഇനി 2 വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിജ്ഞാനശാഖകൾ. ഖുർആനുമായി ബന്ധപ്പെട്ട 3 വിജ്ഞാനശാഖകൾ ഉണ്ട്. തജ്വീദുൽ ഖിറാഅ, ഉലൂമുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ. തജ്വീദുൽ ഖിറാഅ പാരായണ നിയമങ്ങൾ പ്രതിപാദിക്കുന്ന വിജ്ഞാനശാഖയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്രമം, മക്കീ മദനീ വിഭജനം, അവതരണ കാരണങ്ങൾ, അമാനുഷികത, റസ്മുൽ ഖുർആൻ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാനശാഖയാണ് ഉലൂമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. 3 തഫ്സീറുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാന ശാസ്ത്രമാണ് തഫ്സീറുൽ ഖുർആൻ. ഖുർആനിക വചനങ്ങളുടെ ആശയങ്ങൾ, അവ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ, വിധിവിലക്കുകൾ എന്നിവ തഫ്സീർ വിശദീകരിക്കുന്നു. നിരവധി തഫ്സീറുകൾ വിരചിതമായിട്ടുണ്ട്. തഫ്സീർ രചന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കാലം മുന്നേറുന്നതിനനുസരിച്ച് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന പുതിയ ആശയങ്ങൾ രേഖപ്പെടുത്താൻ ഇത് ആവശ്യമാണ്. ഇനി 3 കാണാം, തഖ്സീസ്. 1 ഒരു മാസം കൊണ്ട് എല്ലാ കുട്ടികളും ഒരു തവണ ഖുർആൻ ഖത്മ് ചെയ്ത് ക്ലാസ്സിൽ ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കുക. 2 മാതാപിതാക്കൾ ഖുർആൻ ഖത്മ് ചെയ്ത അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊക്കെ മനസ്സിലാക്കി വരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.